ഹായ് ഫ്രണ്ട്സ്, ദിവസേനയുള്ള റേഷൻ അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ ഡിസംബർ 29 ചൊവ്വാഴ്ച ദിവസത്തെ റേഷൻ വിതരണം എങ്ങനെയെന്നാണ് ഈ വീഡിയോയിലൂടെ വ്യക്തമാക്കുന്നത്. നാളെ ഡിസംബർ മാസത്തെ എല്ലാവിധ ഭക്ഷ്യവിഹിതങ്ങളുടെയും വിതരണം സജീവമായിട്ട് പുരോഗമിക്കുകയാണ്. അങ്ങനെ പറയുമ്പോൾ പ്രധാനമായിട്ടും പറയുന്ന ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഡിസംബർ 29 ഈ മാസം അവസാനമായി തുടങ്ങി. അതുകൊണ്ട് തന്നെ പല റേഷൻ കടകളിലും സ്റ്റോക്കുകൾ കുറഞ്ഞിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ ചില സാധനങ്ങൾ പല റേഷൻ കടകളിൽ നിന്നും കിട്ടാതിരിക്കാനും സാധ്യതയുണ്ട്. സ്റ്റോക്കുകൾ കഴിഞ്ഞതുമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റേഷൻ കടകളിൽ സാധനങ്ങളില്ലെങ്കിൽ ബയോമെട്രിക് സംവിധാനം ഉപയോഗിച്ച് മറ്റു റേഷൻ കടകളിൽ നിന്നും നിങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങാവുന്നതാണ്. ക്രിസ്മസിന് മുമ്പ് വരെ എല്ലാ തരത്തിലുള്ള അരികളും റേഷൻ കടകളിൽ സ്റ്റോക്കുണ്ടായിരുന്നു. ഗോതമ്പ് സ്റ്റോക്കുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആട്ട എന്നിവയെല്ലാം സ്റ്റോക്കുണ്ടായിരുന്നു. ഇപ്പോഴും പല റേഷൻ കടകളിലും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഏതെങ്കിലുമൊക്കെ സാധനങ്ങൾ റേഷൻ കടകളിൽ സ്റ്റോക്ക് കഴിഞ്ഞിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. സ്റ്റോക്കുള്ള കടകളിൽ നിന്ന് മഞ്ഞ പിങ്ക് റേഷൻ കാർഡുള്ള ആളുകൾക്ക് മണ്ണെണ്ണ ലഭിക്കും. മഞ്ഞ കാർഡിന് പഞ്ചസാര ലഭിക്കും. അതുപോലെ തന്നെ ഗരീബ് കല്യാൺ അന്ന യോജന പദ്ധതി പ്രകാരമുള്ള കടല പയർ അത് കാർഡിൽ 1 പിങ്ക് മഞ്ഞ റേഷൻ കാർഡുള്ള ആളുകൾക്ക് ലഭിക്കും. അത് മുൻ മാസങ്ങളിൽ വാങ്ങാത്തവർക്ക് അതും കൂടി ചേർത്ത് ലഭിക്കുന്നതാണ്. നീല റേഷൻ കാർഡുള്ള ആളുകൾക്ക് ഒരു വ്യക്തിക്ക് 2 കിലോ അരി 4 രൂപ നിരക്കിലായിരിക്കും ലഭിക്കുക. 1 മുതൽ 3 വരെ ആട്ടയും ലഭിക്കും. ആട്ടയുടെ സ്റ്റോക്ക് കുറവുണ്ടെങ്കിൽ ആട്ടയുടെ എണ്ണത്തിലും കുറവുണ്ടാവും. നമുക്ക് ലഭിക്കുന്ന എണ്ണത്തിൽ കുറവുണ്ടാവും. 3 വരെ ആട്ട ലഭിക്കാം 17 രൂപ നിരക്കിൽ. അത് വെള്ള നീല കാർഡിനൊക്കെ അങ്ങനെ തന്നെയാണ്. അത് സ്റ്റോക്ക് റേഷൻ കടയിൽ കുറവുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരാട്ടയായിരിക്കും ലഭിക്കുക. പിന്നെയുള്ളത് ഭക്ഷ്യക്കിറ്റിൻ്റെ വിതരണമാണ്. ഭക്ഷ്യക്കിറ്റിൻ്റെ വിതരണം നവംബർ മാസത്തെ ഭക്ഷ്യക്കിറ്റിൻ്റെ വിതരണം അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇപ്പോൾ എല്ലാവിധ റേഷൻ കടകളിലും നവംബർ മാസത്തെ ഭക്ഷ്യ കിറ്റ് സ്റ്റോക്കുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് പോയിട്ട് വാങ്ങാവുന്നതാണ്. പ്രത്യേകിച്ച് വെള്ള കാർഡുകാർക്ക് അവർക്കാണ് ഇത് ലഭിക്കാത്തത്. അത് കഴിഞ്ഞാൽ ക്രിസ്മസ് കിറ്റും ഉടനെ തന്നെ എല്ലാ റേഷൻ കടകളിലും വിതരണം ചെയ്യുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഡിസംബർ മാസം അവസാനിച്ചാലും അടുത്ത ജനുവരി 5-ാം തീയതി വരെയെങ്കിലും ഇതിൻ്റെയൊക്കെ ഒരു വിതരണം ഉണ്ടാകും. ഈ കിറ്റ് വൈകിയതുകൊണ്ട് അതിൻ്റെ ഒരു വിതരണം അടുത്ത മാസം 5-ാം തീയതി വരെയെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് ഉണ്ടാകും എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ റേഷൻ കടകളിൽ വിളിച്ച് കിറ്റുകൾ സ്റ്റോക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ പോയിട്ട് വാങ്ങുക. പല ആളുകൾക്കും നവംബർ മാസത്തെയും ക്രിസ്മസ് കിറ്റും, അതായത് ക്രിസ്മസ് കിറ്റും ഡിസംബർ മാസത്തെ കിറ്റും ഒന്നാണ്. അല്ലാതെ ഒരു 2 കിറ്റില്ല. 2 കിറ്റ് എന്ന് നമ്മൾ പറഞ്ഞത് ഡിസംബർ മാസത്തിലാണ് നവംബർ മാസത്തെ കിറ്റും കിട്ടിയത്. അതാണ് 2 കിറ്റ് എന്ന് പറഞ്ഞത്. അല്ലാതെ ഒരു കിറ്റില്ല. നവംബർ മാസത്തെ കിറ്റും കൂടാതെ ക്രിസ്മസ് കിറ്റും ഡിസംബർ കിറ്റും ഒന്ന് തന്നെയാണ്. അത് രണ്ടും എല്ലാവർക്കും ഉടൻ തന്നെ ലഭിക്കുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. അപ്പോൾ നാളത്തെ റേഷൻ വിതരണത്തെക്കുറിച്ച് ഇത്രയാണ് പറയാനുള്ളത്. റേഷൻ കടകളിൽ സ്റ്റോക്കുള്ള എല്ലാ സാധനങ്ങളും ഡിസംബർ മാസത്തെ റേഷൻ വിഹിതം നിങ്ങൾക്ക് റേഷൻ കടകളിൽ പോയിട്ട് വാങ്ങാവുന്നതാണ്. നിങ്ങളുടെ റേഷൻ കടകളിൽ സ്റ്റോക്കില്ലെങ്കിൽ ബയോമെട്രിക് സംവിധാനം ഉപയോഗിച്ച് മറ്റുള്ള റേഷൻ കടകളിൽ നിന്നും നിങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങാവുന്നതാണ്. അതുപോലെ തന്നെ നവംബർ മാസത്തെ ഭക്ഷ്യക്കിറ്റിൻ്റെ അവസാനഘട്ട വിതരണം സജീവമായിട്ട് നടക്കുകയാണ്. കൂടാതെ ക്രിസ്മസ് കിറ്റിൻ്റെ, അതായത് ഡിസംബർ മാസത്തെ കിറ്റിൻ്റെ വിതരണവും ഉടനെ തന്നെ എല്ലാ ആളുകൾക്കും അത് എത്തിച്ചേരുമെന്നാണ് അറിയിക്കാനുള്ളത്. അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾ ലഭിക്കാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.